ഹായ്, നമസ്കാരം. കാറ്റഗറി 3യുടെ ഒരു ക്വിക്ക് റീക്യാപ്പിലേക്കാണ് ഈ ഒരു പ്രാവശ്യം സിലബസ് അക്കാഡമിയുടെ ക്ലാസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ചോദിച്ചു തുടങ്ങാം. കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ പോസ്റ്റ് കൊളോണിയലിസം വരും. സോ കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നോക്കൂ, കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൺട്രി വേറെ ഒരു കൺട്രിയുടെ മുകളിൽ, ഇപ്പൊ ബ്രിട്ടൻ എങ്ങനെയാണോ ഇന്ത്യയെ കുറെ കാലം അടക്കി ഭരിച്ചത്, അവരുടെ പൊളിറ്റിക്കൽ ഫിനാൻസ് എല്ലാം കൈയടക്കി ഭരിച്ചത്, ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ, അവരുടെ കൊളോണിയൽ ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ എഴുതുന്ന ലിറ്ററേച്ചറുകൾ ബേസിക്കലി അപ്പൊ ആരുടെ ആയിരിക്കും? കൊളോണിയലിസ്റ്റിന്റെ ആയിരിക്കും. അതായത് ബ്രിട്ടനിൽ നിന്ന് വന്ന ആൾക്കാർ ഇന്ത്യയെ പറ്റി എഴുതുന്ന കാര്യങ്ങളാണ് അപ്പൊ ഉണ്ടായിരിക്കുക. പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ യാതനകളും ബാക്കി കാര്യങ്ങളും കൊളോണിയൽ പീരീഡ് കഴിഞ്ഞതിന് ശേഷം 1947 ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, തിരിച്ചെഴുതുന്നതാണ് പോസ്റ്റ് കൊളോണിയലിസം. ഇപ്പൊ കൊളോണിയൽ ലിറ്ററേച്ചറിൽ ബേസിക്കലി വരുന്ന രാജ്യക്കാര് ഈ വന്ന് കയറിയ രാജ്യത്തെ, ഇപ്പോ യൂറോപ്യൻകാര് ഇന്ത്യയിൽ വന്നു, അല്ലെങ്കിൽ പിന്നെ ആഫ്രിക്കയിൽ പോയി, അതൊക്കെയാണ് ബേസിക് ഗ്രേറ്റ് എക്സാമ്പിൾസ്. അപ്പൊ ആഫ്രിക്കയിൽ പോകുമ്പോൾ അവര് കാണുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തിനെയാണ്. ഓക്കെ, അവരെ കുറിച്ച് അപ്പൊ നല്ലത് എഴുതാൻ വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല അവരുടെ മനസ്സിൽ. അതുകൊണ്ട് അവരെ കുറിച്ച് മോശമായിട്ടുള്ള പല കാര്യങ്ങളും എഴുതും. അങ്ങനെയാണ് കൊളോണിയൽ ലിറ്ററേച്ചർ ആക്ച്വലി വളർന്നത്. നോക്കാം ഉള്ളിലേക്ക്. അപ്പോൾ ഇത് ബേസിക്കലി എപ്പോഴാണ് ഉണ്ടാവുന്നത്? 16ാമത്തെ അല്ലെങ്കിൽ 15ാം നൂറ്റാണ്ടിന് ശേഷമാണ് കൊളോണിയലിസം വന്നു തുടങ്ങിയത്. അപ്പൊ കോളനൈസർ എന്ന് പറയുന്ന യൂറോപ്യൻസ് കോളനൈസ്ഡ് ആയിട്ടുള്ള ആഫ്രിക്ക, ഏഷ്യ, അമേരിക്കൻസിന്റെ വൻകരകളിലേക്ക്, കോണ്ടിനെന്റിലേക്ക് ചെന്ന് കയറി അവിടെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊളോണിയൽ ലിറ്ററേച്ചറിൽ എന്താ ഉണ്ടാവുക? അപ്പൊ കോളനൈസർ ആണ് എഴുതുന്നത്, യൂറോപ്യൻകാരാണ് എഴുതുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർ എഴുതാൻ സാധ്യതയുള്ള? ചെന്ന് കയറിയ സ്ഥലത്തിന്റെ സ്ഥല കാര്യങ്ങൾ എഴുതും. അതുപോലെ തന്നെ ട്രാവൽ നറേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് സ്റ്റോറീസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ കുറെ മിഷനറീസ് വന്ന് കയറിയിട്ടുണ്ടല്ലേ, റിലീജിയൻ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള മിഷണറി റിപ്പോർട്ട്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നോവൽസ് ആയിട്ട് എഴുതാം. ഇങ്ങനെ പലതരത്തിലും എഴുതാൻ പറ്റും. എന്തൊക്കെയാ അവർ പോർട്രേ ചെയ്യുക? ആ ലാൻഡ്, എക്സോട്ടിക് ലാൻഡ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്ത്, സിവിലൈസേഷനുള്ള മിഷൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി കോളനൈസ്ഡ് റൈറ്റേഴ്സ് ആണെങ്കിലോ, ഇപ്പൊ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിലുള്ള ആള് തിരിച്ചെങ്ങനെ എഴുതുക, റെസിസ്റ്റൻസ് എങ്ങനെ ചെയ്തു, അതുപോലെ ഒപ്രഷൻ എങ്ങനെ വന്നു, അതുപോലെ നേറ്റീവ് കൾച്ചർ അവരെങ്ങനെ ആ, നശിപ്പിക്കാൻ ശ്രമിച്ചു, അതിനെ ഇവരെങ്ങനെ പ്രിസർവ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയാൻ പറ്റും. അപ്പൊ കോളനൈസ്ഡ് ആൾക്കാരും അതുപോലെ അതിനെതിരെയുള്ളവരും രണ്ട് തരത്തിലും ഇതിൽ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇനി പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക്കലി കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ ടു ഡോക്യുമെന്റ് എക്സ്പീരിയൻസസ് ഓഫ് കോളനൈസേഷൻ. ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് എന്തൊക്കെ ചെയ്തു, അവരെന്ത് ചെയ്താലും നല്ലത് എന്നാണല്ലോ അവരുടെ വിചാരം. അപ്പൊ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസസ് എല്ലാം അവർ എഴുതും. അതൊന്നും സത്യമാവണമെന്ന് മുഴുവൻ നിർബന്ധമില്ല. പിന്നെ കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ, അതായത് അവർ നമ്മളെ ഭരിച്ചു, നമ്മൾ എങ്ങനെ അതിനെ റെസിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ കൂടെ പോയി എന്നുള്ള കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ നമ്മളുടെ റിലീജിയൻ, അവരുടെ റിലീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതുപോലെ ക്വസ്റ്റ്യൻ ഐഡിയാസ് ഓഫ് പവർ, റേസ് ആൻഡ് ഐഡന്റിറ്റി. ഇതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പവർ, അവരാണ് പവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ റേസ്, കൾച്ചർ, ഐഡന്റിറ്റി അല്ലെ, അവർ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സ്കിൻ കളർ, ഇതൊക്കെയാണ് ഇവർ കളിയാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അന്ന് കളിയാക്കാനില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇവർ പ്രോമിസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എടുത്തു കാട്ടിയിട്ടാണ്, സിഗ്നിഫൈ ചെയ്തിട്ടാണ് ഇവരുടെ കൊളോണിയൽ ലിറ്ററേച്ചർ വളർന്നിട്ടുള്ളത്. അടുത്ത നോക്കാം, ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? എക്സോട്ടിസേഷൻ ഓഫ് നേറ്റീവ്സ്, അതായത് നമ്മൾ ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ അവരെന്ത് ചെയ്യും? സ്ട്രെയിഞ്ച്, വൈൽഡ് അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ട് കാണിക്കും. ഞങ്ങള് വെള്ളക്കാര് അല്ലെങ്കിൽ ഞങ്ങള് വൈറ്റ് പീപ്പിൾ എന്ത് ചെയ്യും? നിങ്ങൾ വരുന്നവരൊക്കെ ഇങ്ങനെയാണ്, നിങ്ങളൊന്നും ശരിക്കും ഒന്നും അറിയാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അൺസിവിലൈസ്ഡ് ആയിട്ട് അവരെ കാണിക്കുന്ന ഒരു രീതിയാണ് ആദ്യത്തെ കാര്യം. അപ്പൊ നേറ്റീവ്സിനെ വില കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. യൂറോസെൻട്രിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന വർക്കുകൾ ബേസിക്കലി യൂറോപ്യൻ കൾച്ചറിനെ പ്രൈസ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ വന്നിരിക്കുന്ന രാജ്യത്തിന്റെ ട്രഡീഷനെയും കൾച്ചറിനെയും ബിലിറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് സിവിലൈസേഷൻ വേഴ്സസ് സാവേജറി. സിവിലൈസേഷൻ എങ്ങനെ കാണിക്കുന്നു, അതായത് അവരെ തന്നെ പറയുന്നത്
സിവിലൈസ്ഡ് എന്നാണ് നമ്മളല്ല പറഞ്ഞിട്ടുള്ളത്, അവരാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വന്ന നേറ്റീവ് ആൾക്കാർ, ഇപ്പൊ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ആഫ്രിക്കക്കാരോ എങ്ങനെയാണ് ബാർബറിക് ആയത്, അതായത് അവരെ സംബന്ധിച്ച് നമ്മളൊന്നും വലിയ ആൾക്കാരല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ബ്രൂട്ടൽ അല്ലെങ്കിൽ ബാർബറിക് അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയി എന്നുള്ളത് അവർ കാണിക്കണം അല്ലെ? അങ്ങനെ കാണിച്ചാലല്ലേ അവരുടെ നാട്ടിൽ അവർക്ക് വില ഉണ്ടായിരിക്കും. അങ്ങനെ കാണിച്ചാലല്ലേ നമ്മൾ വിചാരിക്കും നമ്മൾ മോശക്കാരാണെന്ന്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് റൈറ്റിംഗ്സ്. ഓക്കെ, ശേഷം എന്ത് പറ്റി? കുറെ കാലം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ തിരിച്ചെഴുതാൻ തുടങ്ങി. എന്ത്? ഈ കൊളോണിയൽ ക്രൂവൽറ്റിയുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തൊക്കെ തെറ്റാണ്. ഇപ്പൊ ശശി തരൂര് പോലും അസലായിട്ട് പറയുന്നുണ്ട് ഓരോ വേദികളിൽ പോയിട്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്ത് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ എങ്ങനെ നമ്മളുടെ കൾച്ചറിനെ ഈ കോളനൈസർ വന്നിട്ട് നശിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ബേസിക് ഫീച്ചേഴ്സ് ഇതാണ്. കുറച്ചു കാലം അവർ നമ്മളെ കുറിച്ച് കുറ്റം ഇന്ന് നമ്മൾ ആ കാര്യങ്ങളൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ്. ഇനി റൈറ്റേഴ്സ് ആൻഡ് വർക്ക്സ്, ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഒന്ന്, റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന് പറയുന്നത്. ഇവിടെ എന്താ വരുന്നത്? ലോയൽറ്റി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് എംപയർ ആൻഡ് ഇന്ത്യൻ റൂട്ട്സ്. നമ്മൾ പറഞ്ഞ അതേ ഐഡിയ ആണ് വരിക. ഇനി ജോസഫ് കോൺറാഡിന്റെ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ്. പ്രോബ്ലം എന്താ? ബ്രൂട്ടൽ റിയാലിറ്റി ഓഫ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആഫ്രിക്ക. അവിടേക്ക് ഒരാൾ വന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ ഈ ആനയുടെ കൊമ്പൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു ട്രൂപ്പിലേക്കൊക്കെ ഇയാൾ പോകുന്നുണ്ട്. അവിടെയാണ് കഥ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആഫ്രിക്കനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവര് കഥ പറയുന്നുണ്ട്. ജോസഫ് കോൺറാഡിന്റെ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് അല്ലെ? ഡാനിയൽ ഡിഫോന്റെ റോബിൻസൺ ക്രൂസോ, അതിൽ ഹീറോയിക് സർവൈവലും അതുപോലെ തന്നെ ഈ നേറ്റീവ്സിന്റെ കാര്യങ്ങൾ പറയലുമാണ് കൂടുതലായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ 2 പ്രാവശ്യത്തിൽ വന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം നമ്മൾ. അതുപോലെ ചിനുവ അച്ചുബെ, ഇത് ആക്ച്വലി തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത് നല്ല ഒരു കോളനൈസ്ഡ് ആയിട്ടുള്ള ആള് തിരിച്ചെഴുതുന്നതാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ബേസിക്കലി ഇത് പോസ്റ്റ് കൊളോണിയലിസ്റ്റിലാണ് വരിക, പക്ഷെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അതുപോലെ നുങ്ങി വാ തിയോങ് എന്ന് പറയുന്ന ആളുടെ എ ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് തിരിച്ച് കെനിയയുടെ പ്രശ്നങ്ങൾ തിരിച്ച് പറയുന്നതും എങ്ങനെയാണ് കോളനൈസർ വന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിച്ച് എന്നുള്ളതാണ് പറയുന്നത്. ബേസിക്കലി അതും പോസ്റ്റ് കൊളോണിയൽ വർക്കാണ്. ഇനി EM ഫോസ്റ്ററുടെ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. റൈറ്റ്. അവിടെ റേഷ്യൽ പ്രജുഡിസും അതുപോലെ മിസ്ട്രസും ആണ് ഇവര് കാണിക്കുന്നത്. അതുപോലെ ജീൻ റൈസിന്റെ വൈഡ് സർഗാസോ സി. ഓക്കെ, ഇതിലും കൾച്ചർ ഡിഫറൻസിനെ കുറിച്ചിട്ടും ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ ബേസിക്കലി എന്താണ് നമ്മളുടെ കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? ബേസിക്കലി കോളനൈസ്ഡ് പീപ്പിളിനെ കളിയാക്കാനും കൾച്ചർ ഇല്ല എന്ന് പറയാനും അൺസിവിലൈസ്ഡ് ആണ് എന്ന് പറയാനും അവരുടെ പവർ ആൻഡ് ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമിക് കാര്യങ്ങൾ പിടിച്ചടക്കാനും വേണ്ടിയിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ കൂടെ തന്നെ എഴുതി വിട്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നുണ്ട് ഈ നമ്മുടെ ഈ കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കുറച്ച് ഒരു ഷോർട്ട് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾക്ക് വേറെ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ടൊക്കെ ഉണ്ടാക്കി ഒന്ന് ശ്രമിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ യു.